ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്തു ചെയ്യേണ്ടു? ഇവിടെ യഹോവയായ ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ദൈവം പറയുന്നു, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഉരുക്കി ശോധന കഴിക്കും എന്ന് പറയുമ്പോൾ ഒരു വെള്ളിയോ ഒരു സ്വർണമോ ഒരു തട്ടാൻ തൻ്റെ ഉലയിലൂടെ തൻ്റെ തീയുടെ അവസ്ഥയിലൂടെ കടത്തിവിട്ടിട്ട് അതിനകത്തുള്ള അഴുക്കുകളെയും അതിനകത്തുള്ള കീടങ്ങളെയും മാറ്റിയിട്ട് ആ സ്വർണം അല്ലെങ്കിൽ വെള്ളി തട്ടാൻ ഉപയോഗിക്കത്തക്കവണ്ണം അതിനെ ഉരുക്കി ശോധന കഴിച്ച് നല്ല വെള്ളി പോലെ നല്ല പൊന്നുപോലെ ആക്കിയെടുക്കുന്നത് പോലെ യഹോവയായ ദൈവം ഇവിടെ പറയാണ്, എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതിനെ ഉരുക്കുക തന്നെ ചെയ്യും. ഞാനതിനെ ശോധന കഴിക്കും. ഞാനതിനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. ഞാനതിനെ ടെസ്റ്റ് ചെയ്ത് നല്ലതാക്കി തിരിച്ചെടുക്കുമെന്ന് യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുവാനുണ്ടായ കാരണം? അവിടെ അതിൻ്റെ മുകളിലുള്ള വാക്യം നാം വായിക്കുമ്പോൾ പറയാണ്, നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു. വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. യഹോവയായ ദൈവം പറയാണ്, നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു. നീ ആയിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥയുടെ മധ്യത്തിലാണ്. നീ ആയിരിക്കുന്നത് അതിക്രമം നിറഞ്ഞ അവസ്ഥയുടെ മധ്യത്തിലാണ്. വഞ്ചനയും അനീതിയും നിറഞ്ഞ അവസ്ഥയുടെ മധ്യത്തിൽ നീ കിടക്കുമ്പോൾ നിന്നെക്കുറിച്ച് എനിക്കുള്ള പദ്ധതി വേറെയാണ്. നിന്നെ എനിക്ക് ഉപയോഗിക്കുവാൻ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമാക്കി നിന്നെ ഉപയോഗിക്കുവാൻ ഞാൻ കണ്ടിരിക്കെ നീ വഞ്ചനയുടെ നടുവിൽ കിടക്കുമ്പോൾ ഞാൻ നിന്നെ അതിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ നിന്നെ ചില ശോധനകളിലൂടെ കടത്തിവിട്ടേ പറ്റുകയുള്ളൂ. ഉരുക്കുന്ന അവസ്ഥയിലൂടെ ഞാൻ നിന്നെ കടത്തിവിട്ടിട്ട് അവിടെ ദൈവം പറയാണ്, ഞാൻ അവരെ ഉരുക്കി ശോധന ചെയ്യും. തീയുടെ അവസ്ഥയിലൂടെ കടത്തിവിടുമ്പോൾ ആ വെള്ളി പുറത്തു വരുന്നത് പോലെ അല്ലെങ്കിൽ സ്വർണം അതിൻ്റെ നല്ല അവസ്ഥയിൽ പുറത്തു വരുന്നത് പോലെ ചില ശോധനയുടെ അവസ്ഥയിലൂടെ ചില തീയുടെ അവസ്ഥയിലൂടെ ചൂടിൻ്റെ അവസ്ഥയിലൂടെ നിന്നെ റിഫൈൻ ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നിന്നെ യുടെ അവസ്ഥയിലൂടെ കടത്തി വിടുമ്പോൾ നീ അത് സഹിക്കുവാനിടയായിത്തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്തിൽ കർത്താവ് കണ്ടിട്ടുണ്ട് തൻ്റെ മക്കളെ ദൈവം ചില ശോധനകളിലൂടെ കടത്തിവിട്ടിട്ട് ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി കയ്യിൽ ഇണങ്ങുന്നതാക്കി പൊന്നുപോലെ പുറത്തു വരത്തക്കവണ്ണം നമ്മെ ദൈവം ശോധന കഴിക്കുവാൻ ഇടയാക്കി തീർക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നെയും നിന്നെയും ചില ചൂടിൻ്റെ അവസ്ഥകളിലൂടെ ചില മരുഭൂമി പോലെയുള്ള അവസ്ഥകളിലൂടെ ചില ഹല്ലേലൂയ റിഫൈൻ ചെയ്യുന്ന അവസ്ഥകളിലൂടെ ഉരുക്കി ശോധന ചെയ്യുന്ന അവസ്ഥകളിലൂടെ ടെസ്റ്റ് ചെയ്യുന്ന അവസ്ഥകളിലൂടെ നമ്മെ കടത്തി വിടുമ്പോൾ നാം അവിടെ തകർന്നു പോകുകയല്ല. നാം ആയിരിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഒരു കൊല്ലൻ തൻ്റെ ആലയിൽ തൻ്റെ തീക്കഷ്ണത്തെ ഇട്ടിരിക്കുമ്പോൾ ആ കൊല്ലൻ അറിയാം അതിന് എത്രമാത്രം ചൂട് കിട്ടിയാൽ അതിനെ അടിച്ച് പരത്തി തൻ്റെ കയ്യിലെ ഇണങ്ങിയ ഒരു വസ്തുവാക്കി അല്ലെങ്കിൽ ആയുധമാക്കി തീർത്തെടുക്കണമെന്ന് ആ കൊല്ലനറിയാം, അല്ലെങ്കിൽ ആ തട്ടാനറിയാം. അതിനെ എത്രമാത്രം തീയിലൂടെ കടത്തിവിട്ടാൽ അത് തകർന്നു പോകാതെ അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ അതിന്
കേടുപറ്റാതെ പുറത്തു വരുമെന്ന് ഒരു തട്ടാന് മാത്രമേ അറിയുള്ളൂ. അതുപോലെ യഹോവയായ ദൈവം തൻ്റെ ജനത്തിൻ്റെ പുത്രിയെ, ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു? പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിന് വേറെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവം ചില ബാലശിക്ഷയിലൂടെ, ചില ചൂടിൻ്റെ അനുഭവത്തിലൂടെ, നമ്മെ ചില രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ നമ്മെ കടത്തി വിടുമ്പോൾ നമ്മെ അവിടെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയല്ല, നമ്മെ ഉരുക്കി പുറത്തു കൊണ്ടുവന്നിട്ട് നല്ല ഒരു ഉപയോഗപ്പെടുന്ന പാത്രമാക്കി, ഹല്ലേലൂയ, നമ്മെ തീച്ചൂളയിലൂടെ കടത്തി വിടുമ്പോൾ നാം പൊന്നുപോലെ പുറത്തു വരും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കയ്യിലാണ് നാം ആയിരിക്കുന്നത്. ആ കർത്താവിൻ്റെ കണ്ണ് നമ്മെ ഒരിക്കലും, ഹല്ലേലൂയ, നോക്കാതെ മാറ്റത്തില്ല. ആ കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ മാറുമ്പോൾ നാം ആ കർത്താവിന് ഇഷ്ടമുള്ള പാത്രമായി തീരുമ്പോൾ, അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, സ്വർണത്തിലെ കേട് മുഴുവൻ മാറ്റിയിട്ട്, കീടം മുഴുവൻ മാറ്റിയിട്ട്, വെള്ളിയിലെ കീടം മുഴുവൻ മാറ്റിയിട്ട് അതിനെ ഉപയോഗപ്രദമാക്കി അനേകർക്ക് വെളിച്ചം പകരത്തക്കവണ്ണം, അനേകരുടെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അവർക്ക് ഉപയോഗപ്രദമാകത്തക്കവണ്ണം അതിനെ പണിതെടുത്തിട്ട്, ആമേൻ, നല്ല പാത്രമാക്കിയിട്ട്, ഹല്ലേലൂയ, നമ്മെ പുറത്തു കൊണ്ടുവരുമ്പോൾ അനേകർക്കത് പ്രയോജനമായി തീരും. നാം മലാക്കിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. മലാക്കി പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 3-ൽ പറയാണ്, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവീപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ, ഒരു ഊതിക്കഴിക്കുന്ന ഒരു കൊല്ലനെ പോലെ, അല്ലെ ഊതിക്കഴിക്കുന്ന ഒരു തട്ടാനെ പോലെ നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നമ്മെ ശുദ്ധി വരുത്തും, നമ്മെ ശോധന കഴിക്കും. ഇവിടെ പറയുന്നു, അവൻ, ഹല്ലേലൂയ, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവീപുത്രന്മാരെ ശുദ്ധീകരിക്കുമെന്ന് ഇവിടെ പറയുമ്പോൾ യിരെമ്യാ പ്രവാചകനിലൂടെ പറയാണ്, എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച്. കർത്താവ് ഇഷ്ടപ്പെടുന്നവരെ, കർത്താവിൻ്റെ മക്കളെയാണ് അവൻ ശുദ്ധീകരിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ വെറുതെ നടക്കുന്നവരെയല്ല, കർത്താവ് കണ്ടിരിക്കുന്നവരെ, കർത്താവിന് ഇഷ്ടമുള്ളവരെ, കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയ പാത്രമാക്കി തീർക്കുവാൻ ഇഷ്ടമുള്ളവരെ അവൻ ശുദ്ധീകരിക്കും. ദൈവം തൻ്റെ ജനത്തെ, ഹല്ലേലൂയ, മിസ്രയീമിൻ്റെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ അനേക, ഹല്ലേലൂയ, ആമേൻ, അത്ഭുത പ്രവർത്തികളിലൂടെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് മരുഭൂമിയിലൂടെ അവരെ നടത്തിയപ്പോൾ, ഹല്ലേലൂയ, അവരുടെ ഇടയിലുണ്ടായിരുന്ന, സ്തോത്രം, ഹല്ലേലൂയ, വിഗ്രഹങ്ങളെ അവൻ, ഹല്ലേലൂയ, കണ്ടിട്ട് കർത്താവ് അനേക പ്രമാണങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, എൻ്റെ ഉപദേശം നിങ്ങൾ കൈക്കൊള്ളണം. ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും മോശയിലൂടെ കൊടുത്തു. നിങ്ങൾ വിഗ്രഹങ്ങളെ സേവിക്കരുത്, ബിംബങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു പോകരുത്, ഇങ്ങനെ അനവധി പ്രമാണങ്ങൾ കൊടുത്തിട്ടും ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് വിട്ടകന്നുപോയ തൻ്റെ ജനത്തെ നോക്കിക്കൊണ്ടാണ് ഇവിടെ, ആമേൻ, സ്തോത്രം, പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു? ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യെശയ്യാ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 48-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയാണ്, ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ല താനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. എൻ്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം പറയാണ്, സ്തോത്രം, ഹല്ലേലൂയ, വെള്ളിയെപ്പോലെ അല്ല. കർത്താവ് നമ്മളെ ശോധന ചെയ്യുന്നത്
കഷ്ടതയുടെ തീച്ചൂളയിലൂടെയാണ്. ഹാലേലുയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കടന്നു പോകുന്ന തീച്ചൂളയുടെ അവസ്ഥയിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത് ദൈവമെങ്കിൽ ആ കർത്താവിൻ്റെ കയ്യിൽ ഉള്ളം കരങ്ങളിൽ നമ്മെ വരച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ നമ്മളെ ഈ തീച്ചൂളയിലൂടെ കടത്തിവിടുന്നത്? കർത്താവിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ തലമുറകളെക്കുറിച്ച് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മളായിത്തീരുമ്പോൾ ഹാലിലോ കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. കർത്താവ് നമ്മെ ശോധന കഴിക്കുകയാണ്. ഹാലിലോ അവൻ നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. നാം മറ്റുള്ളവരെ പോലെ നശിച്ചു പോകാതിരിക്കുവാൻ, നാം മറ്റുള്ളവരെ പോലെ ഹാലിലോ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ വേണ്ടി ചില ശോധനയുടെ അവസ്ഥയിലൂടെ നമ്മെ കടത്തി വിടുമ്പോൾ ആ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ നമ്മുടെ ഹാലേലുയ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവാണ്. അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവൻ നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. അവൻ നമ്മെ ഹാലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരിക്കലും അതിൽ നശിച്ചു പോകത്തില്ല. നാം പുറത്തു വരിക തന്നെ ചെയ്യും. ഈ തീച്ചൂളയുടെ അവസ്ഥയുടെ മധ്യത്തിൽ നാം ദൈവമുഖത്തേക്ക് നോക്കുവാനിടയായിത്തീരണം. കഷ്ടതയാകുന്ന കഠിന ശോധനയിലും നഷ്ടപ്പെടാതെ സ്തോത്രം നമ്മുടെ വിശ്വാസം നാം മുറുകെ പിടിക്കുവാൻ ഇടയായിത്തീരണം. കഷ്ടത നമ്മെ തളർത്തിക്കളയത്തില്ല. ഈ രോഗം നമ്മെ നശിപ്പിച്ച് കളയത്തില്ല. ഇതിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. സ്തോത്രം. 1 പത്രോസ് എഴുതിയ ലേഖനം ആമേൻ 4-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരപൂർവകാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അഗ്നിശോധനയാണ്, തീച്ചൂള പോലെയുള്ള അവസ്ഥയാണ്. നാം അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് വേദനിക്കും, നാം കഷ്ടത അനുഭവിക്കും. എന്നാൽ നാം ഹാലേലുയ അതിൽ അതിശയിച്ചു പോകരുതെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി നിന്ദ അനുഭവിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിലെ മരണം അനുഭവിച്ചു. ഹാലേലുയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ മരുഭൂമി യാത്രയിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവർക്ക് കഷ്ടമുണ്ട്. നാം ഒന്നും മാറിപ്പോകാതെ ഇരിക്കുവാൻ, നമ്മുടെ പാദം വഴുതിപ്പോകാതെ ഇരിക്കുവാൻ, നാം നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ ദൈവം നമ്മെ ചൂളയുടെ അനുഭവത്തിലൂടെ ചിലപ്പോൾ കടത്തിവിടും. നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ നാം അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ വേണം നാം ഓരോ ദിവസവുമായിരിക്കാൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹാലേലുയ. മലാക്കി പ്രവചനത്തിൽ ഹാലേലുയ കർത്താവ് പറഞ്ഞതുപോലെ അവനിരുന്ന് ലേവി പുത്രന്മാരെയാണ് ശുദ്ധീകരിക്കുന്നത്. ലേവി പുത്രന്മാർ അപ്പൻ്റെ മക്കളാണ് നമ്മൾ. മക്കളെങ്കിൽ ഹാലേലു നാം ചില ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ആ അപ്പൻ നമ്മെ അടിക്കുകയാണെന്ന് നാം ചിന്തിക്കരുത്. അവൻ ബാലശിക്ഷ കഴിച്ചിട്ട് ഹാലേലുയ നാം മറ്റുള്ളവരെ പോലെ നശിച്ചു പോകാതിരിക്കാൻ നമ്മെ ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നാം ഒരിക്കലും തളർന്നു പോകരുത്. സ്തോത്രം. അവൻ നമ്മെ ഉരുക്കി ശോധന കഴിക്കുന്ന ദൈവമാണ്. നമ്മെ പരീക്ഷിച്ച് ഹാലേലുയ നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ആ കർത്താവ് നമ്മെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നാം പരീക്ഷയിൽ ഹാലേലുയ ജയിക്കുവാനിടയായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹാലേലുയ. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് നിന്ദകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, തീച്ചൂളയുടെ അനുഭവങ്ങളുണ്ട്. എന്നാൽ നാം അതിൽ തളർന്നു പോകരുത്. ദൈവം മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ ജനത്തിൻ്റെ പുത്രിയെ ഓർത്ത് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടുവെന്നാണ് കർത്താവോട് ചോദിക്കുന്നത്. നാം വഴുതി പോകാതെ ഇരിക്കുവാൻ വേണ്ടി, നാം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ വേണ്ടി അവൻ നമ്മെ ശോധന കഴിക്കുകയാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങൾ ഒന്നുകൂടെ നമ്മെ സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം.
കർത്താവെ, ഇത് കേൾക്കുന്ന മക്കൾ കർത്താവെ ചില തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവെ അവരെ നീ പുറത്തു കൊണ്ടുവരണേ. കർത്താവെ അവരെ വിടുവിക്കണേ. കർത്താവെ അവരുടെ തീച്ചൂളയെ സഹിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയാക്കണം. നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.